ഒരു പാസ്റ്ററുടെ പേര് പറയുന്നുണ്ടല്ലോ. അറിയില്ല. ഞാൻ ഇതിങ്ങനെ എല്ലാം വിളിച്ച് പറഞ്ഞതാണ്, അല്ലാതെ ഇതിലൊരു തെറ്റോ കുറ്റോ ആരെ ഞാൻ രക്ഷപ്പെടാൻ കരുതിയിട്ട് എന്തൊക്കെ വിളിച്ച് പറഞ്ഞതാണ്, അല്ലാതെ എനിക്കൊരു അറിവുമില്ല. അല്ല, പിന്നെ അവരുടെ ഈ നാട്ടുകാരും അവരും എല്ലാം വന്ന് വീട്ടിൽ വെച്ച് സഭ വിളിച്ച് കൂട്ടി ചോദിച്ചപ്പോഴും ഇത് അതൊന്നും ഞാൻ അറിയുന്നില്ല. ഇന്നാൾ വരണേൻ്റെ തലേ ദിവസം അരിയൊക്കെ വാങ്ങിച്ചു തന്ന്, എന്നിട്ട് വീട്ടിൽ നിന്ന് കഞ്ഞി വെച്ചില്ല. ഈ ജിനു ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല അല്ലേ? ആദ്യമായിട്ടാണ് ഡോക്ടറെ കാണാൻ ജിനു കൂട്ടിക്കൊണ്ടുപോകുന്നത് അല്ലേ? സാർ വയ്യാതായി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോഴാണ്, ടെറസിൻ്റെ മുകളിലൊക്കെ ചാടി കയറിയപ്പോഴാണ് ഞാൻ നാട്ടുകാർ കൂടെ പറഞ്ഞിട്ട് പ്ലസ് എനിക്ക് തലപ്പെരുപ്പം വന്നപ്പോൾ പിന്നെ എങ്ങോട്ട് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ആയിരിക്കും പോയതായിരുന്നു. ഇന്നലെ പിന്നെ ഞാൻ വിശന്ന് കിറങ്ങി കിടക്കുന്നത് എനിക്ക് എണീക്കാൻ പോലും വയ്യായിരുന്നു. അമ്മ അനിയത്തിയോട് പറഞ്ഞ് അമ്മ 2 പ്രാവശ്യം എന്നിട്ട് റോഡിലൊക്കെ പോയി അരിയൊക്കെ വാങ്ങിച്ചോട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. ആരും കടം കൊടുക്കാത്തത് കൊണ്ട്, എല്ലാവരും കടം തന്നെ, 1 രൂപ പൈസയ്ക്ക് ആരും കടം തരാത്തത് കൊണ്ട്. എന്നിട്ടും അമ്മ നിന്ന് കരയണത് കണ്ടുകൊണ്ട് ഒരാൾ കുറച്ച് പഴമൊക്കെ അമ്മയ്ക്ക് കൊടുത്തയച്ചു. ജിനുവിൻ്റെ ആവശ്യം എന്താണ് സാർ? എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ അസുഖം ഒന്നാത് ഇവളുടെ ഇത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ എനിക്ക് ജയിലിൽ കയറാൻ ആഗ്രഹം. അസുഖത്തിനാണ് ഇമ്പോർട്ടൻസ് അല്ലേ? ഇമ്പോർട്ടൻസ് അവർക്കുണ്ടായി എന്ന് പറയുന്ന ആ മാനഹാനിക്കല്ല ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ അവളുടെ അസുഖമാണ്. അത് മാറിക്കിട്ടിയാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് മാറിക്കിട്ടിയാൽ നിങ്ങൾക്ക് ഭാര്യയെ ആക്സെപ്റ്റ് ചെയ്യാം. പൂർണ്ണമായിട്ട് എനിക്ക് പറ്റില്ല സാർ. ഇങ്ങനെ എന്തുകൊണ്ടെന്ന് ഇപ്പോൾ കേൾക്കും സാർ. അങ്ങനെ ഒരു കുട്ടി അവൾ അണ്ണൻ്റെ കൂടെ ജീവിച്ച് ഇല്ല എന്ന് അവൾ ഉറപ്പ് പറയണമെങ്കിൽ ഞാൻ പറയിച്ചെന്ന് അവൾ ഇവിടെയും പറഞ്ഞു തന്നല്ലോ. ഞാൻ സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവൾ തന്നെ ആദ്യ രാത്രി തന്നെ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു കല്യാണം കഴിഞ്ഞവനെന്നും പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ എന്താണ് ഒരു ഭാര്യയുടെ ഒരു ശരീരബന്ധം എങ്ങനെയാണെന്ന് പോലും ഞാൻ ഓപ്പണായിട്ട് പറയാതെ തന്നെ കുടുംബമായവരാണ് ഇതിനകത്തിരിക്കുന്നത്. ഒരു ചേച്ചിയിലും കുടുംബമായവരാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു അവയവം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നീചപ്പെട്ട ഒരു അവസ്ഥയാണ്. ഞാൻ പോലും അന്ന് മാറിയാണ് കിടന്നത്. ഇവള് എന്നെ പലപ്പോഴും മുറിക്കകത്ത് ചാടിക്കാറ് വരാറുണ്ട്. ഞങ്ങൾ 2 റൂമിലാണ് കഴിയുന്നത്. ഇതൊന്നും നിങ്ങൾ നേരിട്ട് അറിയാത്ത കാര്യങ്ങളല്ലേ? അല്ല, ഞാണെങ്കിൽ പോലും നിങ്ങളുടെ ഭാര്യ നിങ്ങൾ കൊണ്ടുപോകൂ, നിങ്ങൾ കൊണ്ടുപോയി നോക്കൂ. നിങ്ങൾ എന്തിനാ വിട്ടു കൊടുക്കുന്നത്? നിങ്ങളുടെ ഭാര്യയല്ലേ? നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു ഞാൻ പറഞ്ഞില്ലേ, ഇനി നാളെ അവരെ വീട്ടുകാരൊക്കെ പറയും ഞാൻ അടിച്ചു വന്നെന്ന് പറഞ്ഞാൽ അതിന് ചികിത്സ വേറെയാണ്. ഇതല്ല രണ്ടും കൂടി വീണോ എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ പറയും അവൻ അടിച്ചു വന്നേ പറയും. അങ്ങനെയൊക്കെ നമ്മൾ ചുമ്മാ നടക്കണം. നമ്മളെ വരെ കുറ്റവാളിയാക്കുന്നേക്കാളും നല്ലത് നേരെ പോ. ജിനു ഇപ്പം ഈ ഒരു പരിപാടി ടെലികാസ്റ്റ് ചെയ്ത് ഇപ്പം ജിനുവിൻ്റെ ഭാഗം എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ കുട്ടിയെ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് തരും. ഈ കുട്ടിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഭയം കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ് എന്നൊരു, തീർച്ചയായിട്ടും അവരതിൻ്റെ ഡീറ്റെയിൽസ് തരുമല്ലോ. അപ്പോൾ ഒരു കോടതി അതൊക്കെ പരിഗണിക്കും. അല്ലാതെ വെറുതെ ഭർത്താവ് അടിച്ചു എന്നൊന്നും പറഞ്ഞ് ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇൻക്യൂറബിൾ ആയിരിക്കണം. ഇൻക്യൂറബിൾ ആയ മാത്രമേ ഭേദമാക്കാനൊക്കാത്ത ഇത്തരം രോഗമാണ്. ഇവള് വയ്യാതാകുമ്പോൾ എൻ്റെ വയ്യാത്തൊരു കുഞ്ഞമ്മയുണ്ട് എൻ്റെ വീട്ടിൽ. എൻ്റെ അമ്മയുടെ അനിയത്തിയ, അവരെ അയച്ചിട്ടില്ല. അവർക്ക് ഇതേപോലെ മെൻ്റൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവള് സുഖമില്ലാതെ അവരെ 4-5 ഇടി കുറുക്കിൽ അരിയിട്ട് ഇടിച്ച് വയ്യാത്തോണ്ടാണ്. ഇവള് വയ്യാതായപ്പോൾ വയലൻ്റ് ആയപ്പോൾ ഇവള് ഇടിച്ചു. ഞങ്ങൾ പിടിച്ചാണ് കെട്ടിയിട്ടത്. പട്ടിണിയായിട്ട് കിടക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു ഭാഗം കരകയറ്റാനുള്ള ഒരു ഉത്തരവാദിത്വം അത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മനസാക്ഷിയോട് ചിന്തിച്ചാൽ അത്രയും കടവും കാര്യങ്ങളും വാങ്ങിച്ച് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റാത്ത പൈസയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലേ? അതിൻ്റെ ഒരു നന്ദി എന്ന് വിചാരിച്ചു, അതിനെ ഒരു നന്ദിയായിട്ട് നമ്മൾ തിരിച്ചു ചെയ്യുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. ഒരു നന്ദി ചെയ്തവനെ ഉള്ളത്തിൽ വയ്ക്കുക, പല നന്ദി ചെയ്തവൻ്റെ പാദം ചുമക്കുക എന്ന് പറയും. അപ്പം അങ്ങനെ വിചാരിച്ച് ചെയ്യും. ഒരു 6 മാസം ക്ഷമിക്കുക, എന്നിട്ട് നമുക്ക് ഈ തീരുമാനത്തിലെത്താം. അന്നും നമുക്ക് ഇതുപോലെ ഇവിടെ വെച്ച് തന്നെ കാണാം. ഞാൻ ആ തീരുമാനത്തിലെത്തി. ഉറച്ചേച്ചി പറഞ്ഞു വന്നത് അതിനുവേണ്ടി ഞാൻ ക്ഷമിച്ചു. ഇത്രയും നാൾ ഞാൻ നോക്കി, എനിക്കിനി നിർവാഹമില്ല. ഞാൻ ആ തീരുമാനത്തിലെത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കോടതി പറയുന്ന സമയമാണത്. ഒരുമിച്ചാണ് വന്നത്, ഒരുമിച്ചാണ് പോകുന്നത്. ഇനി നിങ്ങൾ പിരിയരുതും, മരണം വരെ ഒന്നിച്ചാവുക. എനിക്ക് പറഞ്ഞില്ലേ, ഈ ഒരു ഭയം എന്റെ മനസ്സിൽ മാഞ്ഞില്ല. എന്നെ അങ്ങ് ആകർഷിച്ചു. ബാക്കിയെല്ലാം ഞാൻ വിട്ടു. എനിക്ക് ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞ കേസ്. ഞാൻ പറയുന്ന ഒരു വാക്ക് എപ്പോഴും ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഒരു അപകടമോ ഒരു രോഗമോ വന്നാൽ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഈ 2 അവസ്ഥയിൽ ഒരു മനുഷ്യനെ ഉപേക്ഷിക്കാൻ പാടില്ല. ഏത് ബന്ധമായാലും ഒരാൾക്കൊരു അപകടം സംഭവിച്ചു, ഉപേക്ഷിച്ചുകൂടാ.
ഒരു അസുഖ സമയത്ത് ഉപേക്ഷിച്ചുകൂടാ. അത് ബ്രഹ്മഹത്യാദി പാപ മഹാപാപം, ഒരിക്കലും അതിന് മാപ്പില്ല ദൈവത്തിൻ്റെ മുമ്പിൽ. മറ്റേത് കാര്യത്തിന് വേണമെങ്കിലും ഈഗോയും വഴക്കും മടി അതിൻ്റെ പേരിൽ എങ്ങനെ വേണമെങ്കിലും ഈ രണ്ടവസ്ഥയിൽ മാറരുത്. അത് വലിയ ദോഷമാണ്.